ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു പ്ലാന്റർ ബോക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ പൊല്യൂഷൻസ് കൂടി വരുന്ന ഈ കാലത്ത് സസ്റ്റൈനബിളും കോസ്റ്റ് എഫക്റ്റീവുമായിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്ന് എങ്ങനെ ഒരു പ്ലാന്റർ ബോക്സ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനൊരു ബോട്ടിലാണ് ഞാനിന്ന് എടുത്തേക്കുന്നത്. അത് കട്ട് ചെയ്തു, അടിയിൽ 2 ഹോൾസ് ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലാവശ്യമായിട്ടുള്ള സോയിൽ മിക്സ് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എനിക്ക് ഈയിടെ പ്ലാന്റ്സിൻ്റെ നഴ്സറി പോയപ്പം കിട്ടിയ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ പീസായിരുന്നു. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നപ്പം കുറച്ച് റൂട്ട്സൊക്കെ വന്നു. അപ്പോൾ അതെങ്ങനെ മാക്സിമം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നോക്കി. അങ്ങനെ അതൊരു 3 പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്ത പീസസ് സോയിൽ മിക്സിലോട്ട് ഇറക്കി വെച്ച് ആവശ്യത്തിനുള്ള വെള്ളവും ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം നിങ്ങൾക്കും ഇതേപോലുള്ള പ്ലാസ്റ്റിക് ബോക്സസ് ഉണ്ടെങ്കിൽ അത് മാക്സിമം ഡിസ്പോസ് ചെയ്യാതെ നമുക്കിങ്ങനെയുള്ള കുറേ ഐഡിയാസ് വെച്ചിട്ട് അത് സസ്റ്റൈനബിളായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ പൊല്യൂഷൻസ് മാക്സിമം കുറയ്ക്കാം. ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നമ്മളെ സ്പേസസ് ഗ്രീനാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോസിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്